ഹലോ ഗൈസ്, അപ്പോൾ ഇതാ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസം മുന്നെയാണ് തോന്നുന്നുണ്ട് ഞാനൊരു വ്ളോഗ് ഇട്ടത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് വീഡിയോസായിട്ട് വരാൻ. ഞാൻ എടുത്തു വെച്ച വീഡിയോസ് കുറേ ഉണ്ട് എന്നൊക്കെ. പക്ഷെ ഇത്രയും ലേറ്റായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഇപ്പോൾ എന്തോ ഒരു മടി കുടുങ്ങിയ പോലെയാണ് വ്ളോഗ്സ് ഒക്കെ എഡിറ്റ് ചെയ്തിടാനായിട്ട്. പക്ഷേ ഷോർട്സ് ഇടാറുണ്ട് കേട്ടോ. ഷോർട്സൊക്കെ കാണാറുണ്ടാവുമല്ലോ, ഇൻസ്റ്റയിലും ഇടാറുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ എന്നുള്ളതുകൊണ്ടായിരിക്കണം. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ മടി പിടിച്ചിരുന്നത് കൊണ്ട് വ്യൂസ് ഫുള്ള് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 200 സംതിങ് 300 സംതിങ് ചില വീഡിയോസ് മാത്രം അതിൻ്റെ എബോവ് പോയിരുന്നു. എന്നാലും അത്രയെങ്കിലുമൊക്കെ ലോങ് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ വീഡിയോസ് ഇടാത്തത് കൊണ്ട് തന്നെ വ്യൂസൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ എനിക്കത് മനസ്സിലായി. എന്നാലും ഇതിവിടെ കിടക്കട്ടെ എന്നായി. കാരണം കാണാൻ കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നല്ല ഒരു ഇതല്ലേ, രസമല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ 2 മാസം മുമ്പ് നടന്നൊരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾ ആദിയോഗി കാണാൻ വേണ്ടി പോവുകയാണ്. ഏട്ടൻ ഇപ്രാവശ്യം വന്നപ്പോൾ ആദിയോഗി പോകണമെന്നുണ്ടായിരുന്നു, പറശ്ശിനിക്കടവ് പോകണമെന്നുണ്ടായിരുന്നു. ഗുരുവായൂർ പിന്നെ നമ്മൾ പോകാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു, 2 പ്രാവശ്യം പോയി. പറശ്ശിനിക്കടവിലേക്ക് പോകാൻ പറ്റിയില്ല. ആദിയോഗി നമുക്ക് എന്തായാലും അവിടെ പോകണമല്ലോ. ഇങ്ങനെ റീൽസൊക്കെ കാണുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ പറയുക. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നാളെ പോകാമെന്നായി. ഇന്ന് റീൽസ് കണ്ടിട്ട് പോകണം എന്നുള്ളൊരു ഇതിങ്ങനെ വന്നപ്പോൾ നാളെ എന്തായാലും പോയാലോ എന്നായി. അങ്ങനത്തെ പോക്കായിരുന്നു ഇപ്രാവശ്യം വരുമ്പോൾ വന്നപ്പോൾ ഉണ്ടായത്. ഫുള്ള് ഞങ്ങൾ പെട്ടെന്നായിരുന്നു എല്ലാ യാത്രകളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദിയോഗിയിലെത്തിയത്, ഞങ്ങൾ അവിടുന്ന് ഉച്ചക്കത്തെ ട്രെയിനിലാണ് കയറിയത് 11:30. പക്ഷേ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇരുടായിട്ടോ. ഇരുടായാൽ ലൈറ്റ് ഷോ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും കാണാം. പക്ഷേ അതിങ്ങനെ വെളിച്ചത്തിൽ കാണണം, ആദിയോഗി ഇങ്ങനെ വെളിച്ചത്തിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളന്ന് വിചാരിച്ചത് ഇരുടായാലും കുഴപ്പമില്ല, നെക്സ്റ്റ് ട്രെയിനിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ളായിരുന്നു. നമ്മൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോകണതല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നന്ദുട്ടന് എക്സാമിൻ്റെയൊക്കെ ഒരു ടൈമായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ എത്തിയതല്ലേ, രാത്രി കണ്ടിട്ട് മതിയായില്ല. അപ്പോൾ രാവിലെയും കൂടി പോകണം എന്നായിട്ട് അങ്ങനെ ഞങ്ങൾ റൂം എടുത്ത് നിന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ എത്തി. അപ്പോൾ നമ്മൾ തിരൂരിൽ നിന്ന് 11:30 ട്രെയിനിനാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും 4:30 ആവാൻ നേരത്തായി എത്തി. പക്ഷെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്താ വെച്ചാൽ, അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി. സത്യം പറഞ്ഞാൽ അപ്പോൾ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആ ബസ്സിലേക്ക് കയറിയിട്ട് ആ ബസ്സിലിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ആദിയോഗിക്കുള്ള ബസ് പോണത് കണ്ടുട്ടോ. ആ ബസ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആദിയോഗിയിൽ വെളിച്ചത്തിൽ തന്നെ അവിടെ എത്തി അവിടുത്തെ ക്ഷേത്രത്തിലൊക്കെ പോകാൻ പറ്റിയിരുന്നു. ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഷോയും കഴിഞ്ഞിട്ട് രാത്രിക്കത്തെ ട്രെയിനിൽ തന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് എത്തായിരുന്നു കേട്ടോ. പക്ഷെ ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പോൾ ഇങ്ങനെ കാണാതെ പോണത് ഒരു വലിയൊരു വിഷമം പോലെ തോന്നിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നിന്നത് നന്നായി തന്നെ ആയിട്ടാണ്. ലൈറ്റ് ഷോ അടിപൊളിയായിരുന്നു. നമ്മൾ നേരിട്ടിട്ട് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ഫോണിലുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യാണ്ടേ, അപ്പോൾ അത് ഇതിൽ കൊടുക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് കണ്ട നമ്മളതിന് അകത്ത് ഫസ്റ്റ് ഒരു കവാടം കണ്ടില്ലായിരുന്നു, ഒരു പാമ്പ് ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത് കേട്ടോ. അവിടെ ഒന്നും കാണിച്ചു തരാൻ പറ്റാത്തത്. അതിനകത്തേക്ക് ഇപ്പോൾ ഫോണ് അലൗഡല്ല. പിന്നെ ഒക്കെ ഫ്രീ ആണ് ഇവിടെ, നമുക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ക്ലോക്ക് റൂം ആണെങ്കിൽ നമ്മൾ ബാഗൊക്കെ സൂക്ഷിക്കണമെങ്കിൽ ക്ലോക്ക് റൂം, ഇനിയിപ്പോൾ ഫോണുകൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പാടില്ല, ഫോൺ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതൊക്കെ സൂക്ഷിക്കണമെങ്കിൽ പൈസ ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി. കുറേ ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ഇത് യോഗ ഉണ്ട്, പിന്നെ കുറേ നല്ല ഒരു എന്താ പറയുക, എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അവിടെ പോകാൻ വിചാരിക്കുന്നവർ എത്രയും പെട്ടെന്ന് പോകുക കേട്ടോ. ഈ വെക്കേഷനൊക്കെ വരില്ലേ, അപ്പോൾ എന്തായാലും പോയി നോക്കുക. ഞങ്ങൾ എന്തായാലും വീണ്ടും പോകണമെന്ന് വിചാരിക്കണം. എനിക്ക് അവിടെ നിന്ന് വരാനേ തോന്നിയില്ല. നമ്മൾ നാട്ടിലെത്തിയതിന് ശേഷവും അടുത്ത് തന്നെ വീണ്ടും പോകണം എന്നുള്ളൊരു തോന്നലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്, വീട്ടിൽ പറയുന്നുണ്ട് ആദിയോഗി ഒന്ന് പോകണം എന്നൊക്കെ. അപ്പോൾ വെക്കേഷനിൽ പോകണ്ടെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ ലേറ്റ് ആക്കണ്ട, ആദിയോഗി പോയ ഒരു നഷ്ടം വരില്ല കേട്ടോ. നമ്മൾ പകൽ അവിടെ എത്തണം, അത്രയേ ഉള്ളൂ. ട്രെയിനിൽ പോവുകയാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ ബസ്സിൽ യാത്ര ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് എത്താനായിട്ട്.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂർ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു 1.5 മണിക്കൂർ എങ്ങനെയായാലും വരും. പിന്നെ ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ എത്താൻ പറ്റുമായിരിക്കും. പിന്നെ എന്നിട്ട് നേരിട്ടിട്ട് ആദിയോഗീൻ്റെ ബസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അവിടെ എത്തുകയെന്നുണ്ടെങ്കിൽ സുഖമായി. പക്ഷെ ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് ബസ് വന്നിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് കുറേ ഇങ്ങോട്ട് നടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ വന്നപ്പോഴാണ് നേരെ ബസ് കൊടുന്നിട്ട് ഇതിനകത്ത് കൊടുന്ന് നിർത്തിയത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് പോയിട്ട് വരണം എന്നുള്ള രീതിക്കാണ്, നിൽക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാത്രി ആയതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ അവിടേക്ക് ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം അവിടെ നിന്നാണ്. ഭാഗ്യത്തിന് ഒരു കൂട്ടി ഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് രാത്രി അവിടെ നിന്നപ്പോൾ അതിട്ടിട്ട് ഈ ഡ്രസ്സ് അലക്കിയിട്ടു കേട്ടോ. അലക്കിയിട്ട് അത് പകുതി ഉണങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഉണക്കം വരണുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇട്ടിട്ട് അതെടുത്തിട്ട് ഇവിടെയൊക്കെ എത്തി ഒന്ന് കറങ്ങിയപ്പോഴത്തേക്കും അത് ഉണങ്ങിയിട്ടാ അങ്ങനെ ചെയ്തത്. സംഭവം ഒരു കൂട്ടി എടുത്ത് വെച്ചത് നന്നായി. പെട്ടെന്ന് പോയി വരണമെന്ന് വിചാരിച്ച് നിൽക്കൂലെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് പോണത്. രാത്രി 12:30-ക്കോ 2 മണിക്കോ അങ്ങനെ എന്തോ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു തിരിച്ച്. അപ്പോൾ അതിനുണ്ട് കയറാമെന്നുള്ള രീതിക്കായിരുന്നു കേട്ടോ. അപ്പം ഭാഗ്യത്തിന് ഒരു കൂട്ടി എടുത്ത് വെച്ചു. അപ്പോൾ എങ്ങോട്ട് യാത്ര പോവുകയാണെങ്കിലും ഒരു കൂട്ടി ഡ്രസ്സ് എപ്പോഴും നമ്മളെ കയ്യിൽ എടുത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. 1 ഡേ ട്രിപ്പാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കൂട്ടി വെറുതെ വെക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് തോന്നിയിട്ടാണ്. അങ്ങനെ ഇത് ഞങ്ങൾ അവിടെ കണ്ട് കുറേ കറങ്ങി. പിന്നെ ഉച്ചയ്ക്കത്ത് 2 മണിക്കോ 3 മണിക്കോ എങ്ങനെയാണ് ട്രെയിൻ ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക്. അപ്പോൾ ആ ട്രെയിൻ കണക്കാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടെന്ന്. അപ്പോൾ അവിടെ നിന്ന് ബസ് കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടാണ്. കുറേ അവിടെ നിൽക്കാൻ തോന്നുമായിരുന്നു. പിന്നെ അവിടെ റൂമും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒന്നും റൂംസൊന്നും കിട്ടാനില്ല. ഞങ്ങൾ നിന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ലോഡ്ജിലാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ പോയി അവിടുന്ന് വീണ്ടും രാവിലെ ബസ് കയറിയിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു. അങ്ങനെ അത്ര റിസ്ക് എടുത്തിട്ടായി. ഇതിൻ്റെ അടുത്തൊന്നും എവിടെയും റൂമൊന്നും കിട്ടാനൊന്നുമില്ല കേട്ടോ. ഉള്ളതും ഭയങ്കര റേറ്റാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വ്ളോഗ്. അപ്പോൾ ആദിയോഗി പോകാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ വെക്കേഷനിൽ പോയിക്കോളൂ കേട്ടോ, അടിപൊളിയാണ്. ഞങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുമോ എന്തോ അറിയില്ല. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നടക്കില്ലല്ലോ. ഞങ്ങളുടെ യാത്രകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ പെട്ടെന്ന് തോന്നുമ്പോൾ പോവുക അതാ. പിന്നെയെന്ന് വെച്ചാൽ ഇങ്ങനെ ട്രെയിനിലും ബസ്സിലൊക്കെ ആകുമ്പോൾ ഒരുപാട് പൈസയ്ക്ക് ലാഭമാണ്. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും പൈസയ്ക്ക് ഒരുപാട് ലാഭമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്.